ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഞാൻ ഉറങ്ങി എണീറ്റു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്ക് ഇടാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഇതാ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡള്ളായിരിക്കണം. ഞാൻ കുറച്ച് കാലമായി, അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ടുണ്ടാവും പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ വേലയ്ക്കൊക്കെ പോയിട്ട് ഫുള്ള് ഫേസ് ഭയങ്കര ഡള്ളായിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലത്തെ ഈ ഒരു ഫേസ് പാക്ക് ഇടും കേട്ടോ. ഇത് കുറച്ച് പാല് കൂടി പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സൈഡിൽ കൊടുക്കാം കേട്ടോ. ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുള്ളൂ. നമുക്ക് അടുക്കളയിൽ പോയി തപ്പിയാൽ കിട്ടും. അപ്പം ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ചധികം പാല് കൂടിപ്പോയി. ഞാൻ ഇതിൽ കുറച്ച് കടലമാവ് ഇട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ പോയിട്ട് കുറച്ച് കടലമാവൊക്കെ ഇതിൽ ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് ആഡ് ചെയ്തുള്ളൂ, പിന്നെയും വെള്ളം പോലെ ഉണ്ട്. വെറുതെ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തിനാ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാട്ടോ, എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി. നമുക്കൊരു Q&A നടത്താട്ടോ. അങ്ങനെ ഇതാ ഫേസൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഫേസിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് തന്നൊരു ഫേസ് പാക്കാണ്. പിന്നെ ഇതാ കണ്ടോ, ഒരു ഗ്ലോ കണ്ടോ. ഇത്രയും ഗ്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് സൂര്യൻ്റെ വെളിച്ചത്തിലുള്ള ഗ്ലോയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ഗ്ലോയൊക്കെ കിട്ടും. അധികം ഡ്രൈ ആവണം ഇതുവരെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഫേസ് പാക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുകയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഇപ്പോൾ വെള്ളം കുടിക്കാൻ നല്ല മടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഞെമ്മിട്ട് കുടിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ബാക്കിലത്തെ വ്യൂ കാണിച്ചു തരാം. നല്ല രസമില്ലേ? സൂര്യനെ കാണാം, കുളം കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള കുളമാണ് കേട്ടോ. നല്ല രസമില്ലേ? ഇവിടെ നടക്കാനിറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ച് സമാധാനം തരും. അതുപോലെ തന്നെ ഇതാ വിഷു കൊന്നൻ്റെ ഇത് കഴിഞ്ഞ് കൊന്നപ്പൂ നമ്മൾ അന്ന് കണ്ടപ്പോൾ നിറയെ കൊന്നപ്പൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കൊന്ന പോലും ഇല്ല കേട്ടോ. എന്നാലും മുകളിലൊക്കെ കുറച്ചുണ്ട്. ഞാൻ ബാക്ക് കാണിച്ചു തരാം. ഇതാണ്ടോ, മുകളിലൊക്കെ അത്യാവശ്യം കൊന്നകളുണ്ട് കേട്ടോ. നല്ല ഉണ്ട്, നിറയെ ഉണ്ട്. അങ്ങനെ ഇതാ ഞാനും മേമയും കൂടിയാണ് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതാ മേമ അവിടെ നിൽക്കണു. അതിൻ്റെ അടുത്ത് കുളം. ഈവനിങ് വ്ളോഗിലുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെയോ മേലെയാണ് നമ്മൾ കയറിയിരുന്നത് കേട്ടോ. ഇപ്രാവശ്യം അധികം ചളിയൊന്നുമില്ല, നമുക്ക് സുഖമായി കയറിയിരിക്കാം. അത്യാവശ്യം ചളിയുണ്ട് കേട്ടോ. ഫുള്ള് മഴയൊക്കെ വന്ന് നനഞ്ഞ് വയ്ക്കലൊക്കെ. അമ്മേ, ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. അതാ എൻ്റെ അനിയൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് വരുന്ന ടൈമിൽ നടന്ന് ഓരോന്ന് സംസാരിച്ചിട്ടൊക്കെ ഇവിടെ അവിടെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം അതൊക്കെ നല്ലൊരു രസമാണ്. പിന്നെ അതാ സൂര്യൻ ചേട്ടൻ എത്തി നോക്കണു. പിടിക്കട്ടെ. ബാക്കിൽ കൂടെ ആ പറന്ന് പോണത് കണ്ടോ, ഫുള്ള് തത്തമ്മയാണ് കേട്ടോ. അതായത് ഈ പോണതൊക്കെ തത്തമ്മകളാണ്. കുറേ പോയിട്ടോ, തത്തമ്മ നിറയെ പോയി. ഞാൻ പണ്ടൊരു തത്തമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തത്തമ്മൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയൊരു തത്തമ്മയായിരുന്നു. സംഭവം എന്തായെന്ന് വെച്ചാൽ തത്തമ്മ നമ്മൾ തുറന്ന് വിട്ടു എന്ന് വെച്ചാലും ആൾ പോയിട്ട് കറക്റ്റ് കൂട്ടിക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ തുറന്ന് വിട്ടിട്ട് ആൾ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അധികം വൈകാറില്ല, കറക്റ്റ് ഒരു ടൈം എത്തുമ്പോഴേക്കും വരാറുണ്ട്. പിന്നെ എനിക്ക് അറിയണ ഒരാൾ വന്നിട്ട് ആ തത്തമ്മനെ തുറന്ന് വിട്ടു. ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു തത്തമ്മയായിരുന്നു. എന്താ പറയുക, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടു എന്ന് വെച്ചാലൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനും അതൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. നമ്മൾ അത്യാവശ്യം തുറന്നും വിടും, ഒരു ടൈം എത്തുമ്പോൾ വരികയും ചെയ്യും. പക്ഷേ ഒരിക്കൽ ഒരാൾ വന്നിട്ട് അത് ഞാൻ തുറന്ന് വിട്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കാണണത് എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ കുറേ തൂവലും, കാരണം നായ്ക്കൾ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തത്തമ്മ വളർത്തേണ്ട ഒരു ഇത് പോയി, എന്താ പറയുക, ഒരു ഉണ്ടായിരുന്നില്ല. കാരണം ഇനിയും അറ്റാച്ച്ഡായിട്ട് നമ്മളെ വിട്ടു പോയി എന്ന് വെച്ചാൽ അത് ഭയങ്കര താങ്ങാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ തത്തമ്മൻ്റെ സ്റ്റോറി. എന്നെ കാണുമ്പോൾ ഭയങ്കര കറ പറയാന്നുണ്ടാവും, കാരണം അത്ര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ.
നല്ല രസമുണ്ടല്ലേ എവിടെ ഇരുന്ന് കഥ പറയാനും. ഇതിൻ്റെ ബാക്ക് വ്യൂ ഉണ്ടോ? ഞാൻ എല്ലാ വീഡിയോയിലും വ്യൂ എന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങളെ വെറുപ്പിക്കാനല്ല. നിങ്ങൾക്ക് രണ്ടുപേരിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുതിയ അതിഥിയാണ്, നമ്മളുടെ വീട്ടിലത്തെ പുതിയ അതിഥി. ആ അതിഥിനെ ഓട്ടിക്കാൻ നിൽക്കുകയാണ് മൈ മമ്മി. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഇതിൻ്റെ അടിയിൽ പോയി എനിക്ക് തല്ലു കിട്ടോ. അതുപോലെ ഞാൻ ഡിസ്റ്റർബൻസ് ആവോ? ഹലോ വാടാ. അയ്യോ ഗൈസ് ഇതിൻ്റെ അയ്യോ ഇവരുടെ ഓണറാണ് എന്താ ഈ നിൽക്കുന്നത്. അപ്പം നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? എടി മുഖം കാണിക്കില്ലല്ലോ, എന്ത് ഇത്ര നാണം? ഇതിന്റെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ. രണ്ടുപേരും ഒപ്പോ പോവുള്ളതുണ്ട്. ഇവർ പൂച്ചെടി തിന്നുന്ന രോദനത്തിൽ അമ്മ. തല്ലണ്ട അമ്മ. അമ്മന്റെ രോദനമാണ്. അതെ പാവം. പോയി നാളെ വന്ന് നാളെ പൂച്ചെടി തിന്നാൻ വാ. ഇപ്പൊ വേണ്ട. നമുക്ക് ഇവരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുഡിന് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കാട്ടോ. ഓടോ പിന്നെ എങ്ങനെയടി ആക്ക. ഓയ് പോ 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 പോടാ പോടാ തങ്കോ സ്വത്തേ പോ പോ പോ. മണിക്കുട്ടനും മണിക്കുട്ടിയാണ് കേട്ടോ. അമ്പലത്ത് പോയി വൈബാക്കി. ഇനി ഇവിടെ സൂപ്പറായി ഓടിക്കളിക്കുക രണ്ടുപേർക്കും. ഇതെന്താണ് രണ്ടുപേരും ഒട്ടിയിട്ട് ഞാൻ നടക്കണത്? നീയല്ലേ മണിക്കുട്ടൻ പറഞ്ഞപ്പോ അപ്പുറത്തേക്ക് മണിക്കുട്ടി ആക്കി. നമുക്ക് ഒരു പുതിയ പേരിടാം. പേര് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാടിന്റെ പേരായിരുന്നു അമ്മു. ഇത് അമ്മു വേണ്ടത് ചെറിയ കുട്ടിയല്ലേ അമ്മു. ആ എല്ലാ മാടിന്റെ പേരും ഇങ്ങനെയാണ്. മണിക്കുട്ടി, അമ്മു, കിങ്ങിണി, നന്ദിനി. ഇനി വിശാലമായിട്ട് ഇതാക്കാം. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അതാ ആ കാണുന്നത് നമ്മുടെ വീട്. ഈ കാണുന്നത് ആരുടെ വീട്? എന്തോ ഇവളുടെ വീട്. നേരെ കാണിക്കാൻ അത് ഞാൻ അങ്ങോട്ട് പോണം. കാണണില്ല, ഞാൻ കാണിക്കാണ്ടല്ല. കണ്ടോ അതാ ആ കാണുന്നത്. ഇത് പച്ചപ്പ് നിറഞ്ഞ അമ്പലം. ആൽമരം കണ്ടു, എന്ത് ഭംഗിയാന്ന്. അത് ഇതിൻ്റെ ഇങ്ങനെ കാണാൻ പറയില്ല, നേരിൽ വന്ന് കാണണം. ഒരു വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ചുങ്കമന്നം. അതെ ദുഷ്ട കുടുംബമാണ് ഞങ്ങളുടെ. പക്ഷെ ഇവിടെ ഇല്ലേ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ടെന്ന് വെച്ചാല് നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതവിടെയൊക്കെ കണ്ടു എന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പച്ചപ്പും ഞാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ വെള്ളം പോണത് കേട്ടോ. അപ്പം ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെക്കാം. ഓക്കെ അമ്മേ ഇത് അടയില്ലേ? ഇനി ലാസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് അതായത് ശരിക്കും അടയണില്ല. ഗൈസ് അപ്പോൾ ഇതാണ് റൂബിൻ്റെ വീട് കേട്ടോ. ഇതാണ് റൂബിൻ്റെ വീട്. റൂബി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരും. റൂബി അവിടെ ഇല്ല, എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാവും. ഞാൻ സ്ഥിരം വലിക്കണ തലയിൽ തേക്കാൻ ഇവിടെ നിന്നാണ് കേട്ടോ വലിക്കാറുള്ളത്. നല്ല ഭംഗിയുള്ള പൂവും എന്താ പറയുക, നമുക്ക് തലയിൽ തേക്കാൻ തോന്നും ഇത് കണ്ടു എന്ന് വെച്ചാൽ. അവിടെ ഒരാളിങ്ങനെ പോസ്റ്റായിട്ട് ഫോൺ നോക്കിയിരിക്കുന്നുണ്ടോ? എന്താണ് മാഡം നടക്കാൻ ഇറങ്ങിയ ഫോൺ നോക്കുക ഗൈസ്. ഇപ്പം ചീത്ത പറയും ഗൈസ്.